വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകളിലെ പുതിയ നിയമഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അധ്യായങ്ങളാണ്. ഈ 3 അധ്യായങ്ങളിലാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടായി അരുളി ചെയ്ത ഗിരിപ്രഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗിരിപ്രഭാഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ, വിശേഷാൽ ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട എല്ലാ ക്രിസ്തീയ പ്രമാണങ്ങളെയും വളരെ ലളിതമായ നിലയിൽ കർത്താവായ യേശു ക്രോഡീകരിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അവയെല്ലാവരിലേക്കും കടന്നു പോകാനായിട്ട് ഇപ്പോൾ സമയം നമ്മെ അനുവദിക്കുന്നില്ല. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകിയ അതിപ്രധാനമായിരിക്കുന്ന 4 കൽപ്പനകൾ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 44-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ആ വാക്യങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട 4 ആത്മീക തത്വങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ നമ്മുടെ കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ കൽപ്പനകൾ ഏതു കാലത്തും ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അനുവർത്തിക്കേണ്ട അനുഗ്രഹീതമായ കൽപ്പനകളാണ്. ഈ കൽപ്പനകളെ മഹാത്മാഗാന്ധി പോലെയുള്ള മഹാന്മാരായ ആളുകൾ വളരെ ശക്തമായ നിലയിൽ വായിക്കുകയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തത്വചിന്ത മനുഷ്യന് പ്രദാനം ചെയ്ത മഹത് ഗുരുവാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, മഹാത്മാ ഗാന്ധി തുടങ്ങിയ മഹാന്മാരായ ആളുകൾ അഭിപ്രായപ്പെടുവാൻ കാരണമായി ഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ 5, 6, 7 അധ്യായങ്ങളിൽ പറയപ്പെടുന്ന ഗിരിപ്രഭാഷണത്തിലെ തത്വചിന്തകളാണ്. 43 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. ഈ 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു തന്റെ അരുമ ശിഷ്യന്മാർക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട 4 കൽപ്പനകളുണ്ട്. 1, ലവ് യുവർ എനിമീസ്, അതായത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ന്യായപ്രമാണത്തിന്റെ പാഠ്യപദ്ധതിയിൽ ശത്രുവിനെ സ്നേഹിക്കാനല്ല, അവനെ പകയ്ക്കാനാണ് വാസ്തവത്തിൽ വചനമുള്ളത്. നിനക്ക് ന്യായപ്രമാണ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നവായുന്ന പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന പ്രമാണമാണ്. എന്നാൽ ആ പ്രമാണത്തിന് നേരെ വിരുദ്ധമായ പ്രമാണമാണ് ക്രിസ്തുവിന്റെ പ്രമാണം. കർത്താവ് പഠിപ്പിച്ചെന്താണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നു എങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഏറിയ നാളിൽ ഞാൻ വേദവസ്തം വായിച്ചപ്പോൾ അത് പലവരും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടും എനിക്ക് മനസ്സിലാക്കാൻ ഏറെ വിഷമകരമായ ഒരു വാക്യമായിരുന്നു റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ആ വാക്യാംശം. എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദാംശം വായിച്ച് ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം എന്റെ ഹൃദയത്തോട് ഏർപ്പെടലിൽ എനിക്ക് മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്. സാധാരണയായി സ്നേഹിതന്മാർക്ക് വേണ്ടി വല്ല ഉപകാരവും ചെയ്യാൻ മടിക്കാത്തവരാണ് അധികം പങ്ക് ആളുകളും. ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു. ശത്രുക്കളെ പോയിട്ട് എന്തെങ്കിലും ശത്രുത ആരെങ്കിലും ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി. അത് ശരിയാണെന്ന് വിശ്വസിച്ച് നമ്മുടെ ഒരു പ്രതിയോഗി നമ്മളോട് സ്നേഹമുള്ള ഒരാളോട് നമ്മളെക്കുറിച്ച് ശത്രുതാപരമായി ഒരു ആശയവിനിമയം ചെയ്തിട്ട് ആ കുത്തിവെച്ച ദുഷ്പ്രവൃത്തി നിമിത്തം നമ്മളോട് കാരണം കൂടാതെ ശത്രുത പുലർത്തുന്ന ആളുകൾ ധാരാളമുണ്ട്. നമ്മൾ അവരോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ നമ്മളെക്കുറിച്ച് അവർ കൊടുത്തിരിക്കുന്ന ധാരണയാണ് നമ്മളോട് ശത്രുക്കളെ പോലെ പെരുമാറുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അന്യന്റെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത്. ഒരുവനോട് വ്യക്തിപരമായ ശത്രുതയുണ്ടെങ്കിൽ
ആ ശത്രുത അനുസരിച്ച് മറ്റുള്ളവരും അവനോട് ശത്രുക്കളായിരിക്കണം എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രമാണമല്ല, വേദപ്രമാണവുമല്ല. അതുകൊണ്ട് സാധാരണ നിലയിൽ നമ്മൾ ആ ശത്രുക്കളെ സ്നേഹിക്കാറില്ല. ഇവിടെ എന്താ പറഞ്ഞത്? നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക. സ്നേഹിതനെ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അതിന് തയ്യാറാവേക്കാം. അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നീ അവന്റെ തലമേൽ തീക്കൽ കുന്നി. ശത്രുവിന് ആഹാരവും വെള്ളവും കൊടുത്തിട്ട് അവന്റെ തലയിൽ തീ കൂടെ കോരിയിടുന്നതാണോ ക്രിസ്തീയത എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു. എന്നാൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മളോട് വളരെ നമ്മൾ നന്മ ചെയ്തിട്ടും സ്നേഹിച്ചിട്ടും കരുതിയിട്ടും നമ്മൾ ഉപകാരമായി ഭവിച്ചിട്ടും നമ്മളോട് കാരണം കൂടാതെ ശത്രുത പുലർത്തുന്ന ഒരു നല്ല ശത്രു, ആ ശത്രുവിന് വിശക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? യു ഫീഡ് ഹിം, തിന്മാൻ കൊടുക്കുക. ദാഹിക്കുന്നു എങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നത്. അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം കിടന്ന് ഉറങ്ങാനായിട്ട് പോകുമ്പോൾ അവൻ മനസ്സാക്ഷിയിൽ അല്പമെങ്കിലും കുറ്റബോധമുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ മനസ്സാക്ഷിയിൽ ഇങ്ങനെ അവൻ ചിന്തിക്കും, ഞാൻ ആ സ്നേഹിതനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം എന്നോടൊരു തെറ്റും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവനോട് ശത്രുതാപരമായി ഏർപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഒരുപക്ഷെങ്കിൽ അവനെക്കുറിച്ച് മറ്റുള്ള ആളുകൾ എനിക്ക് നൽകിയ തെറ്റായ ധാരണയാണ് തെറ്റ് ചെയ്യാത്ത അവനെ തെറ്റുകാരനെ പോലെ ഞാൻ കണ്ടിട്ട് അവനെ ശത്രുവായി ഞാൻ കാണുവാൻ ഇടയായി തീർന്നത്. എങ്കിലും അവൻ എന്നോട് ശത്രുത ചെയ്തില്ലല്ലോ. എന്റെ ശത്രുതയ്ക്ക് അനുസരണമായി അവൻ പ്രവർത്തിക്കാതെ എനിക്ക് തിന്മാനും കുടിപ്പാനും അവൻ തരികയും എന്റെ വിശപ്പിനും ദാഹത്തിനും അവൻ ശമനം ഉണ്ടാകുവാൻ ഉള്ള മാർഗം പ്രദാനം ചെയ്യുകയുമാണല്ലോ ചെയ്തത്. അവൻ എന്നേക്കാൾ എത്രയോ നല്ലവൻ എന്ന് ഇവൻ തന്റെ കിടക്കയിൽ ചിന്തിക്കുമ്പോൾ ആ ചിന്ത അവന്റെ നിദ്രയെ ഇല്ലാതെയാക്കും. അവന്റെ മനസ്സിനെ വല്ലാതെ എന്തെയും എരുതി പോലെ കത്തിച്ചുകൊണ്ട് ഇരിക്കും. അതാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ കർത്താവ് പറഞ്ഞു, ലവ് യുവർ എനിമീസ്, ശത്രുക്കളെ സ്നേഹിക്കുക. സ്നേഹിതന്മാരെ സ്നേഹിപ്പാൻ ധാരാളം ആളുകളുണ്ടാവും, എന്നാൽ ശത്രുക്കളെ സ്നേഹിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. റോമർ 5 എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? നീതിമാനു വേണ്ടി മരിപ്പാൻ അനേകർ തുനിയുമായിരിക്കും, എന്നാൽ ക്രിസ്തുവോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചിരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കൽപ്പന, ലവ് യുവർ എനിമീസ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. രണ്ടാമത് പറയുന്നത്, ബ്ലസ് ദം ദാറ്റ് കേഴ്സ് യു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. നമ്മളെ ശപിക്കുന്ന, ഇവൻ നന്നായി വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന, ഇവനെ ഗുണം വരാതിരിക്കട്ടെ എന്ന് പറയുന്ന, ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ശാപത്തിന് തുല്യമായത് പ്രവർത്തിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ബ്ലസ് ദം ദാറ്റ് കേഴ്സ് യു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. വളരെ പ്രയാസമുള്ള തത്വചിന്തയാ കർത്താവ് പറഞ്ഞ്. ശത്രുവിനെ സ്നേഹിക്കുക, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക. സാധാരണ ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നവനെ നീയും നശിച്ചു പോകട്ടെ എന്ന് പറയാനുള്ള പ്രവണതയാണ് സ്വാഭാവിക മനുഷ്യന്റെ മനസ്സിലുള്ളത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ബ്ലസ് ദം ദാറ്റ് കേഴ്സ് യു, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിപ്പിൻ. ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അപ്പോൾ ഒരുവൻ നമ്മളെ കാരണം കൂടാതെ ശപിക്കുക, നമുക്കെതിരായിട്ട് നുണ പറയുക, നമ്മെ അപഹാസ്യപ്പെടുത്തുക, നമ്മെ തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുക, അത് നമുക്ക് എല്ലാ ദോഷവും ചെയ്യുക, അങ്ങനെ നമ്മെ ശപിക്കുകയും നിനക്ക് ഗുണം വരാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. എന്തിനാണ് ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ കാരണം? ഹൃദയം നിറഞ്ഞ് കവിയുന്ന അത്രേ വായി സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അനുഗ്രഹം നിറഞ്ഞാൽ മാത്രമേ നമുക്ക് വേറൊരാളെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മെ ശപിച്ചവൻ അവന്റെ ഹൃദയത്തിൽ ആദ്യം ശാപം നിറഞ്ഞു. അതാണ് അവന്റെ വായിൽ കൂടി വമിച്ച് നമ്മെ ശപിക്കാൻ കാരണമായി തീർന്നത്. അപ്പൊ വാസ്തവത്തിൽ ഒരു ഭക്തനായ മനുഷ്യൻ പോൾ യോങ്കിച്ചു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മെ ശപിക്കുന്നവർ ആദ്യം ശപിക്കപ്പെടുന്നു, പിന്നീടാണ് അവർ നമ്മെ ശപിക്കുന്നത്. നമ്മെ അനുഗ്രഹിക്കുന്നവർ ആദ്യം അനുഗ്രഹിക്കപ്പെടുന്നു. യോബിന്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദമുണ്ടായി. അവൻ വളരെ രോഗബാധിതനായി തീർന്നു. എന്നാൽ തന്റെ സ്നേഹിതന്മാരായ ആളുകളുടെ വീഴ്ചകളെ മനഃപൂർവ്വമായി ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രോഗത്തിന് സ്ഥിതിക്ക് ഭേദം വന്നു എന്ന് വായിക്കുന്നു. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അപ്പൊ നമ്മെ ആരെങ്കിലും ശപിച്ചാൽ
അവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആ വാക്കുകൾ വാസ്തവത്തിൽ അവന്റെ ഹൃദയത്തിന് വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഒന്ന്, ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഒന്നാമത്തെ കൽപ്പന. രണ്ട്, നിങ്ങളെ ബ്ലസ് ദം ദാറ്റ് കേഴ്സ് യു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. മൂന്നാമത് പറയുന്നത് ഡു ഗുഡ് ടു ദോസ് ദാറ്റ് ഹേറ്റ് യു, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ചെയ്യുവാൻ നന്മ ചെയ്യുക. നമ്മളെ പകയ്ക്കുന്നവർ, കാരണം കൂടാതെ പകയ്ക്കുന്ന ആളുകളുണ്ട്. ആ കാരണം കൂടാതെ പകയ്ക്കുന്ന ആളുകൾ, ഉൽപ്പത്തി പുസ്തകം 22 വായിക്കുമ്പോൾ, ഇസ്ഹാക്ക് ഗരാർ ദേശത്ത് ചെന്ന് അവിടെ പാർത്തുകൊണ്ട് ആ ആണ്ടിൽ വളരെ വിതച്ചു. അവൻ നിലം വളരെയധികം ഈൽഡ് അവന് നൽകി. ഇത് കണ്ടപ്പോൾ ഫെലിസ്തർക്ക് അവനോട് അസൂയ തോന്നി. അവൻ നീ ഞങ്ങളെക്കാൾ നല്ലവനാകിയാൽ ഞങ്ങളുടെ അതിർ വിട്ടുപോകണം എന്നവർ പറഞ്ഞു. അവർ അവനെ പകച്ചു എന്നാണ് വായിക്കുന്നത്. പക പലപ്പോഴും ഹൃദയത്തിലുണ്ടാകുന്നത്, പക കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഹൃദയത്തിൽ അവ ഒളിച്ചു വെച്ചിട്ട് രഹസ്യമായി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്പ്രേരണയാണ് പക എന്ന് പറയുന്നത്. കായീൻ ഹാബേലിനോട് കാണിച്ചത് പകയാണ്. കാലചരിത്രത്തിൽ നിരവധി ദൈവദാസന്മാരെ വെട്ടിവീഴ്ത്തിയത് അസൂയാലുക്കളായ ആളുകളുടെ പകയാണ്, ഹൃദയത്തിലെ വിദ്വേഷമാണ്. കർത്താവ് എന്താ പറഞ്ഞ്, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുവിൻ, നന്മ ചെയ്യുവിൻ. ഡു ഗുഡ് ടു ദോസ് ദാറ്റ് ഹേറ്റ്സ് യു, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് നന്മ ചെയ്യണം. ഇനി നാലാമത് പറയുന്നത് പ്രേ ഫോർ യുവർ പേഴ്സിക്യൂട്ടേഴ്സ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, നമുക്ക് വല്ല ഉപകാരം ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കും. ഇപ്പം നമുക്ക് കുറച്ച് പൈസ തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കും. ഇനി അവരെ കാണുമ്പോൾ ചില ആൾ മുഖസ്തുതിയായി പറയും, ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആളുകളെ, ഉപകാരം ചെയ്യുന്ന ആളുകളെ ഒക്കെ നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞേ, പ്രേ ഫോർ യുവർ പേഴ്സിക്യൂട്ടേഴ്സ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പീൻ. അപ്പം നമ്മളെ ഉപദ്രവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നേരിട്ട് കായികമായി ഉപദ്രവിക്കാത്തവരെങ്കിലും മാനസികമായി ഉപദ്രവിക്കുകയും സാമ്പത്തികമായി ഉപദ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുകയും നന്മ മുടക്കുകയും ആരെങ്കിലും ഒരു വല്ല ഉപകാരം ചെയ്യുന്നെങ്കിൽ അവരോട് കൊടുക്കരുത്, ചെയ്യരുത് എന്നൊക്കെ നുണപ്രചരണങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില ജഡികന്മാരായ ആളുകളുണ്ട്. അസൂയാണ് കാരണം, പകയാണ് അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്. അവരാണ് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളാരും അതൊന്നും ചെയ്യാറില്ല. ഒരു മനുഷ്യനോട്, ഒരു എതിരഭിപ്രായമുള്ള വ്യക്തിക്ക് പോലും മറ്റൊരാൾ നന്മ ചെയ്താൽ അത് ചെയ്യരുതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറ്റൊരാൾ എന്നോട് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കുകയില്ല. ഇന്നയാൾക്കൊന്നും ചെയ്യരുത്. ഒരിക്കൽ ഞാൻ എന്തൊക്കെ ദൈവം തന്ന ദശാംശത്തിൻ്റെ ഒരു ചെറിയ അംശം നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സുവിശേഷം ഞാൻ കണ്ടില്ലാത്തവനാ, ഞാൻ കൊടുത്തു. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന് കൊടുക്കരുത്, അറിയാവോ, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. എന്നോട് വളരെ പ്രസിദ്ധനായ ഒരാളാണ്. അങ്ങനെ പറയാൻ പാടില്ല, അറിയാവോ. കൊടുക്ക വിലക്കുന്നവന് ശുഭം വരികയില്ല. അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും കൊടുക്കുന്നത് വിലക്കാൻ പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ കൊണ്ടാണ്. അതിന് തടസ്സം സൃഷ്ടിക്കുന്നവരാണ് ഈ ഹൃദയത്തിൽ പകയുള്ള ദുഷ്ടലാക്കുള്ള ആളുകൾ. അവരാണ് ഈ നന്മ മുടക്കുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മെ പല നിലയിൽ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. അവർ മുടിഞ്ഞു പോകട്ടെ എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മളത് ആഗ്രഹിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അവൻ മാനസാന്തരപ്പെടുവാൻ, അവന്റെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് എന്ത് ചെയ്യണം, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ 4 അതിപ്രധാനമായ കൽപ്പനകളാണ്. 1, നിങ്ങൾ എന്ത് ചെയ്യണം, ശത്രുക്കളെ സ്നേഹിപ്പീൻ. 2, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പീൻ. 3, നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരെ, അല്ലെ നിങ്ങളെ പകയ്ക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് നന്മ ചെയ്യുവീൻ. 4, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യുന്നവർ, നമ്മോട് മുഖസ്തുതി പറയുന്നവർ, നമ്മെ പുകഴ്ത്തി പറയുന്നവർ, നമ്മളെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നന്മയായി സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞ ലിസ്റ്റിൽ വരുമോ ശത്രുവിനെ സ്നേഹിപ്പാൻ,
ശപിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ, പകയ്ക്കുന്നവരെ അവർക്ക് നന്മ ചെയ്യുവാൻ, അതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? സാധാരണ പച്ചയായ മനുഷ്യർക്ക് സാധിക്കാത്തത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് സാധിക്കണം എന്നാണ് കർത്താവ് ഈ മത്തായി 5:44 പറയുന്നു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ വാസ്തവത്തിൽ എൻ്റെ ശത്രുവിനെ പകയ്ക്കുന്നവനാണോ അതോ സ്നേഹിക്കുന്നവനാണോ? 2, എന്നെ ശപിക്കുന്നവനെ ഞാൻ തിരിച്ച് ശപിക്കുന്നവനാണോ അതോ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നവനാണോ? 3, നമുക്ക് വിരോധമായി പക വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നന്മ ചെയ്യുന്നവരാണോ നമ്മൾ? 4, നമ്മളെ വിവിധ നിലയിൽ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് സഹതപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നാം? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.